പ്രവാസികളുടെ മനസ്സെല്ലാം നാട്ടിലാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു കാരണം, ഞാൻ വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ മലയാളികളുടെ വീട്ടിലൊക്കെ ചെന്നാൽ അവരിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റും മലയാള മനോരമ ന്യൂസും ഒക്കെയാണ്. ഇവിടുത്തെ ചാനലൊക്കെ കണ്ടാണ് അവിടുത്തെ വാർത്തകൾ പോലും അവരറിയുന്നത്. അതുപോലെ ഇവിടുത്തെ ചലനങ്ങളൊക്കെ അവര് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ഒപ്പിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നാടുമായിട്ട് വളരെ നാടിനെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് പ്രവാസികൾ. പ്രവാസികളിലൂടെയാണ് സമൂഹങ്ങളൊക്കെ വളർന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. നമ്മുടെ സുറിയാനി കത്തോലിക്ക സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വ്യക്തമാണ്. സുറിയാനി ക്രൈസ്തവര് നമ്മളും പ്രവാസ ജീവിതത്തിലൂടെയാണ് നമ്മുടെ സഭയെ വളർത്തിയത്. ഈ മധ്യ കേരളത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന സുറിയാനി കത്തോലിക്കര് മലബാറിലേക്കൊക്കെ പോകുന്നത് ഒരു പ്രവാസ ജീവിതത്തിലൂടെയാണ്. അതുപോലെ തെക്കൻ മേഖലയിൽ അമ്പൂരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് പ്രവാസ ജീവിതത്തിലൂടെയാണ്. സീറോ മലബാർ സഭ ഇന്ന് ഒരു ഗ്ലോബൽ സാന്നിധ്യമായിട്ട് മാറിയതും പ്രവാസ ജീവിതത്തിലൂടെയാണ്, പ്രവാസികളിലൂടെയാണ്. നമുക്കിന്ന് ഓസ്ട്രേലിയയിലും കാനഡയിലും അമേരിക്കയിലും ഗ്രേറ്റ് ബ്രിട്ടനിലും ഒക്കെ രൂപതകൾ ഉണ്ടെങ്കിൽ ആ രൂപതകളൊക്കെ ഓരോ വർഷവും വളരെ ശ്രദ്ധേയമായ രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും പ്രവാസികളാണ്. അവിടുത്തെ പിതാക്കന്മാര് പോലും, വിദേശികളായ പിതാക്കന്മാര് പോലും വളരെ അത്ഭുതത്തോടുകൂടി നമ്മുടെ പ്രവാസികളുടെ വിശ്വാസ ജീവിതത്തെ നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ എന്നെ റോമിൽ പഠിപ്പിച്ച ന്യൂസിലൻഡുകാരനായ ഒരു പ്രൊഫസറെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, പിതാവേ, കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ഞങ്ങൾ ഒരു കാഴ്ച കണ്ടു. പിതാവിന്റെ ആൾക്കാരെല്ലാരും കൂടെ ഞങ്ങളുടെ പട്ടണത്തിലൂടെ ആഘോഷമായി കുരിശിന്റെ വഴി നടത്തുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത്, പണ്ട് ഞങ്ങൾക്കും ഈ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളത് നിർത്തിയതാണ്, നിങ്ങളത് നടത്തുന്നുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ക്രൈസ്തവ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നവരായിട്ട് നിങ്ങളുടെ ഈ സീറോ മലബാർ സമൂഹം മാറി എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. അത്രമാത്രം ലോകമെമ്പാടും ക്രൈസ്തവ സാക്ഷ്യം കൊടുക്കാൻ ഈ പ്രവാസി സമൂഹത്തിന് സാധിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ നന്മയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മള് തലമുറ കഴിയുന്തോറും നമ്മുടെ ഈ വിശ്വാസത്തിന്റെ നിക്ഷേപം എത്രമാത്രം സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കരുതലോടെ ചിന്തിക്കേണ്ടത്. ഇപ്പോ ഈ തലമുറയിൽ നിന്ന് വിദേശങ്ങളിലേക്ക് പോകുന്ന എല്ലാവർക്കും നല്ല വിശ്വാസ ജീവിതമുണ്ട്, അവർക്ക് ഭക്തി കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നാട്ടിൽ പള്ളി പോകാത്തവനും ഗൾഫിൽ ചെന്നാൽ പള്ളി പോവും. പണ്ട് ഇവിടെ ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്ന ഒരാള് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവേ, നാട്ടിൽ തല്ലുകൊള്ളിയായിട്ട് നിന്ന് ഒരുത്തൻ അവിടെ ചെന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ കൈയും വിരിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നു. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാസ ജീവിതത്തിൽ കൂടുതൽ ദൈവത്തെ വിളിക്കും. ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം നമുക്ക് ആവശ്യമുണ്ട്. നമ്മളവിടെ മലയാളം കുർബാനകൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. സീറോ മലബാർ സഭയുടെ ഇടവകകൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. കൂട്ടായ്മകൾ വേണം, പള്ളി മേടിക്കണം. അമേരിക്കയിലും കാനഡയിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചെന്നാൽ നമ്മുടെ സീറോ മലബാർ സഭാംഗങ്ങൾ പള്ളി വാങ്ങുന്നു, സ്ഥലം മേടിച്ച് പള്ളി പണിയുന്നു. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ അടുത്ത തലമുറ ഈ പള്ളിയിൽ വരുമെന്ന് അവർക്ക് ഉറപ്പുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവരുടെ അടുത്ത തലമുറ, അവിടെ ജനിച്ചു വളരുന്ന കുട്ടികൾ, അവര് കുറച്ചും കൂടെ ഒക്കെ വരുമെന്ന് വിചാരിക്കാം. അവരുടെയും കൂടെ മക്കളാകുമ്പോ അവർക്ക് ഈ സീറോ മലബാർ എന്നൊക്കെ പറഞ്ഞ വല്ലതും മനസ്സിലാവും. ഇത് എന്ത് മലബാർ, ഞങ്ങളിത് കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ഞങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ഇതൊന്നും ഇല്ലല്ലോ.
അപ്പൊ അവിടെയാണ് നമ്മള് ജാഗ്രതയോടുകൂടി നമ്മൾ ചില കാര്യങ്ങൾ തലമുറയായിട്ട് പകർന്നു കൊടുക്കേണ്ടതിന്റെ ഒരാവശ്യകത. അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അങ്ങ് ഇല്ലാതായി പോവുകയാണ്. ഡിസോൾവ് ചെയ്യുക എന്ന് പറയത്തില്ലേ, അതങ്ങ് ഇല്ലാതായി പോവുകയാണ്. അത് എന്ത് ചെയ്യുന്ന നമുക്ക് അറിയത്തില്ല. അത് അങ്ങ് ലയിച്ചു പോയി, പൊതുസമൂഹത്തിൽ ലയിച്ചു പോവുകയാണ്. ഈ ഒരു വലിയ അപ്പൊ നമ്മൾ ചോദിക്കും അനിപന എങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരെ. പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു നിക്ഷേപവും അതോടൊപ്പം നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ നല്ല മാതൃകകളും നമ്മൾ ജീവിതത്തിൽ പുലർത്തുന്ന നല്ല മൂല്യങ്ങളും നമ്മൾ ജീവിക്കുന്ന ഒരു സംസ്കാരവും ഇതെല്ലാം ഇല്ലാതായി പോവുകയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസ ജീവിതത്തിൽ വളരാനായിട്ടാവണം ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസ ജീവിതത്തിൽ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വിശ്വാസത്തിന്റെ പാരമ്പര്യങ്ങൾ തുടരുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുരിശു വരച്ചുകൊണ്ട് എഴുന്നേക്കാൻ പിള്ളേരെ പഠിപ്പിക്കുക. വെള്ളിയാഴ്ച മാംസവർജനം ഒന്നും വിദേശത്തൊന്നും പോയാലൊന്നും ഇല്ല, എന്ത് മാംസവർജനം. പക്ഷെ അത് നമ്മൾ കുടുംബങ്ങളിൽ പരിശീലിക്കുമ്പോൾ അതൊരു പുതിയ സംസ്കാരമായിട്ട് മാറുകയാണ്. അതോടൊപ്പം കൃത്യമായിട്ട് നോമ്പ് നോക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുമ്പോൾ അതൊരു വലിയ കാറ്റഗേസസ് ആയിട്ട് മാറുകയാണ്. അടുത്ത തലമുറയ്ക്ക് വ്യത്യസ്തതകളുള്ള, വ്യത്യസ്തമായിട്ട് ഈശോയെ ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ നിലനിൽക്കുകയാണ്. അതാണ് വിശ്വാസത്തോടുള്ള ഒരു ബന്ധം. നമ്മുടെ ഒരു സാംസ്കാരികമായ മൂല്യങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാവണം. ഞാൻ ഈ പ്രവാസി സമൂഹങ്ങളെ കാണുമ്പോൾ അവരോട് രണ്ട് കാര്യങ്ങൾ പറയും. പിള്ളേര് തിരിച്ചു പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് നിങ്ങളെ മലയാളം എഴുതാൻ പഠിപ്പിക്കണം, വായിക്കാൻ പഠിപ്പിക്കണം. പറയാൻ പഠിപ്പിച്ചാൽ മാത്രം മതി, എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം. തിരിച്ചു പറയാൻ പ്രായമൊക്കെ കഴിഞ്ഞാൽ നിങ്ങളിത് പഠിക്കുകയില്ല, നിങ്ങൾക്കൊണ്ട് പഠിപ്പിക്കാനും പറ്റിയല്ല. രണ്ടാമതായിട്ട് കണക്കിന്റെ പട്ടികയും പഠിപ്പിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കണക്കിന്റെ പട്ടിക പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് കിട്ടും. അതുപോലെ മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഈ മാതൃസഭയോടും മാതൃ സംസ്കാരത്തോടുമുള്ള ഒരു ബന്ധമായിട്ട് മാറും. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ കാണുന്നത് അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു പയ്യൻ നല്ല മനോഹരമായിട്ട് കർണാട്ടിക് മ്യൂസിക് പാടുന്നു. അവരുടെ പേര് ഞാൻ മറന്നുപോയി. ഒരു അത്ഭുതമാണ്. നല്ല മനോഹരമായിട്ട് മലയാളത്തിൽ സംഗീതം ആലപിക്കുകയാണ്. എന്നിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ഇത് ഏത് രാഗമാണ്, ഇത് ഏത് ഗാനമാണ്, ഇത് ഏത് സിനിമയിലെ പാട്ടാണ്, ഇത് ഏത് ഗീതമാണെന്നെല്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ അത് എന്തൊരു എഫർട്ട് എടുത്തിട്ടാണ് അവൻ ആ മാതൃ സംസ്കാരത്തോടുള്ള ഒരു ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രവാസികള് ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ഈ ഐഡന്റിറ്റിയും സംസ്കാരവും ഒക്കെ വിശ്വാസവും എല്ലാം, വിശ്വാസ പാരമ്പര്യവും നമ്മുടെ സ്വത്വവും ഐഡന്റിറ്റിയും ഇതെല്ലാം നമ്മുടെ വിഷയമായിട്ട് മാറേണ്ടതാണ്, നമ്മുടെ ചർച്ചാ വിഷയമായിട്ട് മാറേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം നമുക്ക് നമ്മുടെ അതിരൂപതയെക്കുറിച്ചും അഭിമാനിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത കേരളത്തില് സ്ഥാപിതമായ ആദ്യത്തെ 2 വികാരിയാത്തുകളിലൊന്ന് സുറിയാനിക്കാർക്ക് വേണ്ടി. കോട്ടയം വികാരിയാത്ത് പിന്നീട് ചങ്ങനാശ്ശേരിയിലേക്ക് ആ സ്ഥാനം മാറ്റി ഇവിടെ സ്ഥാപിതമായ സുറിയാനിക്കാരുടെ ഈ രൂപത. ഇവിടെ നിന്നാണ് മലബാർ കുടിയേറ്റമുണ്ടായത്. ഈ അവിഭക്ത ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നാണ്. ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ദൈവവിളികൾ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ സന്യാസ സമൂഹങ്ങളും ഉറവയെടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ ഈ അവിഭക്ത ചങ്ങനാശ്ശേരി അതിരൂപത, നമ്മുടെ ഈ പ്രദേശത്തെ ഈ ക്രൈസ്തവ സംസ്കാരം അതെത്ര ശക്തമായിരുന്നു. കാർഷിക വൃത്തിയുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരുന്ന ഒരു ക്രൈസ്തവ സംസ്കാരം. അത് മഹാരഥന്മാരായ പൗരന്മാർക്ക് രൂപം കൊടുത്ത ഒരു സംസ്കാരമാണ് നമ്മുടേത്. നമ്മുടെ മഹാന്മാരായ വിശുദ്ധരായ പിതാക്കന്മാര്
രൂപം കൊടുത്ത ഒരു അതിരൂപത, നേതൃത്വം കൊടുത്ത ഒരു അതിരൂപത. നമ്മുടെ 3 പിതാക്കന്മാര് ദൈവദാസ പദവിയിലും ധന്യൻ പദവിയിലും ഒക്കെയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പിൻഗാമികൾക്കെല്ലാം അതൊരു വലിയ വെല്ലുവിളിയുമാണ്. അപ്പൊ അങ്ങനെ വിശുദ്ധര് വളർത്തിയെടുത്ത ഒരു അതിരൂപത. നമ്മുടെ അതിരൂപത ഇപ്പോൾ തന്നെയാണെങ്കിലും 4 ലക്ഷത്തോളം ജനങ്ങളും 80,000-ഓളം കുടുംബങ്ങളും 505 വൈദികരും 2000-ലേറെ സന്യസ്തരും ഒക്കെയായി വലിയ ഒരു വിശ്വാസ സമൂഹം. ഈ അടുത്ത നാളിൽ നമ്മളൊരു കണക്കെടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ അതിരൂപത നേരിട്ട് നടത്തുന്ന 11 ഡിഗ്രി കോളേജുകളുണ്ട്. ഈ 11 ഡിഗ്രി കോളേജുകളിലും കൂടി 14,500 വിദ്യാർത്ഥികൾ ഡിഗ്രി പഠനം നടത്തുന്നുണ്ട്. നമ്മുടെ രൂപത നേരിട്ട് നടത്തുന്ന കോളേജുകളിൽ നമുക്ക് 100-ലേറെ എയ്ഡഡ് സ്കൂളുകള്. ഇങ്ങനെ നോക്കുമ്പോൾ സ്ഥാപനങ്ങളുടെ എണ്ണത്തിലും അതുപോലെ ഇടവകകളുടെ എണ്ണത്തിലും വിശ്വാസ സമൂഹത്തിന്റെ വലിപ്പത്തിലും എല്ലാം വലിയ വളരെ സുസ്ഥിരതയുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ നിലനിൽക്കുകയാണ്. കാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും നമുക്ക് ആരുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഏതാണ്ട് 98ഓളം കാരുണ്യ ഭവനങ്ങൾ നമ്മുടെ അതിരൂപതയിൽ മാത്രമുണ്ട്. അതിൽ ഭൂരിഭാഗവും നടത്തുന്ന നമ്മുടെ സിസ്റ്റേഴ്സ് ആണ്. അൽമായ സഹോദരങ്ങൾ നടത്തുന്ന ഏതാനും കാരുണ്യ ഭവനങ്ങളുണ്ട്, വൈദികർ നടത്തുന്ന കാരുണ്യ ഭവനങ്ങളുണ്ട്. കേരളത്തിലെ നമ്മുടെ അതിരൂപത അതിർത്തിയിലുള്ള 3 മെഡിക്കൽ കോളേജുകളോടനുബന്ധിച്ച് സൗജന്യ ഭക്ഷണവും താമസവും രോഗികൾക്ക് നൽകുന്ന 3 വലിയ കാരുണ്യ ഭവനങ്ങൾ അതിരൂപതയുടേതായിട്ട് നേരിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് ലൂർദ് ക്യാൻസർ കെയർ സെന്റർ ഉണ്ട്. കോട്ടയത്ത് നമ്മുടെ മുടിയൂർക്കര പള്ളിയോട് ചേർന്നുള്ള കരുണാലയമുണ്ട്. അതിരമ്പുഴ പള്ളി നൽകിയിരിക്കുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയമുണ്ട്, മദർ തെരേസ ഹോം. അതോടൊപ്പം ഈ അടുത്ത നാളിൽ നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിനോട് അടുത്ത് മദർ തെരേസ ഹോം എന്നുള്ള പേരിൽ അവിടെയും എത്തുന്ന രോഗികൾക്ക് വേണ്ടി ഒരു ഭവനം ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാ മേഖലകളിലും, കാരുണ്യത്തിന്റെ മേഖലകളിലെല്ലാം നമ്മുടെ കളറെ ഹോം, കളറെ ഡ്രീം പദ്ധതികളിലൂടെ എത്രയോ കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസ വായ്പ നൽകിയിരിക്കുന്നു, പലിശരഹിതമായി. അതോടൊപ്പം എത്രയോ പേർക്ക് നമ്മൾ ഭവനങ്ങൾ പണിതു കൊടുത്തിരിക്കുന്നു. ഏതാണ്ട് 12-13 കോടി രൂപയോളം ഈ വർഷങ്ങളിലെല്ലാം സമാഹരിച്ച് ഭവന നിർമ്മാണത്തിനായിട്ട് നമ്മൾ ചെലവഴിക്കുകയുണ്ടായി. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഏറെ കാര്യങ്ങളുള്ള ഒരു അതിരൂപതയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ അതിരൂപത സമൂഹത്തെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുകയും ഈ അതിരൂപതയെ കുറിച്ച് അഭിമാനിക്കുകയും ഈ അതിരൂപതയോട് ചേർന്ന് അതിരൂപതയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനായിട്ട് സന്മനസ് കാട്ടുകയും ചെയ്യണം. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ സ്വന്തമാണ് എന്ന് കരുതി നമ്മൾ അതിനെ വളർത്തിയെടുക്കണം. ഈ SB കോളേജിന്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ 100 വർഷത്തിലേറെയായ SB കോളേജിന്റെ നിർമ്മാണ കാലഘട്ടത്തിൽ നമ്മുടെ അൽമായ പ്രമുഖർ എങ്ങനെയാണ് കുരിയാളശ്ശേരി പിതാവിനെ സഹായിച്ചത് എന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കോളേജ് പടുത്തുയർത്താൻ, കാരണം ഞങ്ങളുടേതാണ്, നമ്മുടെ സ്ഥാപനമാണ്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണെന്നുള്ളൊരു വലിയൊരു ബോധ്യം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതാണ്ട് രൂപതയുടെ സ്ഥാപനം എന്നുള്ളതല്ല, ഇത് നമ്മുടെ സ്ഥാപനമാണ്, നമ്മളാണ് ഈ രൂപത എന്ന് പറയുന്നത്. ആ ഒരു വലിയൊരു സ്നേഹത്തിന്റെ ചേർത്തുപിടിക്കലിന്റെ അനുഭവം, അതാണ് നമ്മളെ വളർത്തുന്നത്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ, ഞാൻ എപ്പോഴും ഓർക്കും, 80,000 കുടുംബങ്ങളുള്ള നമ്മളൊന്ന് ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത് ഈ സമൂഹത്തിൽ. പക്ഷേ ആ ഒരു കൂട്ടായ്മയിലും ഐക്യത്തിലും എല്ലാം വളരാൻ സാധിക്കും. അതോടൊപ്പം നമ്മുടെ സഭയുടെ തനിമയും അതുപോലെ സഭയുടെ വിശ്വാസ പൈതൃകവും എല്ലാം സംരക്ഷിക്കാൻ ഏറെ ത്യാഗപൂർവ്വം ഇന്നും പരിശ്രമിക്കുന്ന ഒരു രൂപതാ സമൂഹമാണ് നമ്മൾ. പരിശുദ്ധ പിതാവിനോട് ചേർന്ന് സഭാത്മകമായി ചിന്തിക്കുന്ന ഒരു അതിരൂപത. നമുക്ക് ഈ കാലഘട്ടത്തിലൊക്കെ ചില പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ രൂപതകളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴും വളരെ സമാധാനത്തോടെ സഭയുടെ നിലപാടുകൾക്കനുസരിച്ച് പോകാൻ നമുക്ക് സാധിക്കുന്നതും ഈ ഒരു വിശ്വാസ പൈതൃകത്തിന്റെ ഭാഗമായി നമ്മൾ നിലനിൽക്കുന്നത് കൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ ആരാധനാക്രമ പൈതൃകവും സഭയുടെ സ്വത്വവുമെല്ലാം വീണ്ടെടുക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളിൽ ഈ അതിരൂപതയും ഇവിടുത്തെ പിതാക്കന്മാരും ഇവിടുത്തെ
സമുദായ പ്രമുഖരുമൊക്കെ നടത്തിയിട്ടുള്ള സംഭാവനകളും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ആ രീതിയിലെല്ലാം നോക്കുമ്പോൾ നമ്മുടെ സഭയുടെ ഈ തനിമയും സ്വത്വവും, നമ്മൾ സുറിയാനിക്കാരാണ് എന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ നിലനിൽപ്പിന്റെ തന്നെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ആ ഒരു വലിയ ബോധ്യം, അത് തലമുറയായിട്ട് പകർന്നു കൊടുക്കാൻ നമ്മൾ എന്നും പരിശ്രമിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം അഭിമാനമുള്ള ഒരു സമൂഹമായിട്ട് വളർന്നു വരിക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ഈ അവസരത്തില് പ്രവാസി അപ്പോസ്തലേറ്റിന്റെ ഈ വാർഷിക സംഗമം നടത്തുമ്പോൾ നിങ്ങളെല്ലാവരെയും കാണുവാൻ ഏറെ സന്തോഷം. നിങ്ങളൊക്കെ കുറച്ചുപേര് പ്രവാസികൾ നാട്ടിൽ വന്നവരുണ്ട് അവധിക്ക്, കുറെ പേരൊക്കെ ബന്ധുക്കളായിട്ടുള്ളവരുണ്ട്. എന്റെയും സഹോദരങ്ങളെല്ലാം തന്നെ പ്രവാസികളായിരുന്നു, എല്ലാവരും നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പ്രവാസ ജീവിതത്തിന്റെ ഫലങ്ങൾ അനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും. പ്രവാസികളില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കേരളം എന്താകുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കേരളത്തിന്റെ വളർച്ചയെക്കുറിച്ച് ഇവിടെയുള്ള ആൾക്കാരെല്ലാം വലിയ വലിയ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ പ്രവാസികൾ കൊണ്ടുവന്ന സാമ്പത്തികമായ ഒരു അഭിവൃദ്ധിയാണ് ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിട്ട് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ സമൂഹം മുഴുവൻ നിങ്ങളോട് നന്ദിയുള്ളവരാണ്. നമുക്ക് ഒരുമിച്ച് സഭയെന്നുള്ള നിലയിൽ നമുക്ക് ഒരുമിച്ച് പോകാനായിട്ട് പരിശ്രമിക്കാം. ഈ കൂട്ടായ്മയുടെ അനുഭവത്തിൽ വളരാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നീങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.